ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ആലി വൽ അസ്ഹാബി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ഫിഖ് ക്ലാസ് പാഠം 103 സഈ. ഉംറയെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉംറയിൽ ത്വവാഫ് കഴിഞ്ഞു, ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു, സംസം വെള്ളം കുടിച്ചു. ഇനി നാം സഈക്ക് വേണ്ടി പുറപ്പെടുകയാണ്. സഈ ചെയ്യുമ്പോൾ അതിൻ്റെ നിർബന്ധമായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സഈ നിർവഹിക്കാം. സഈയിൽ അതിൻ്റെ ഷർത്തുകളാണ്. ഒന്ന്, സഫ കൊണ്ട് തുടങ്ങണം. സഈ തുടങ്ങുന്നത് സഫയിൽ നിന്നായിരിക്കണം. ഒരാൾ ഇടക്ക് വെച്ച് തുടങ്ങി അല്ലെങ്കിൽ മർവയിൽ നിന്ന് തുടങ്ങി എങ്കിൽ അത്രയും ഭാഗം അത് പരിഗണിക്കപ്പെടുന്നതല്ല. എപ്പോഴാണോ സഫയിലെത്തുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളത് മാത്രമേ അവൻ്റെ സഈൻ്റെ തുടക്കമായി സഈയായി പരിഗണിക്കപ്പെടുകയുള്ളൂ. രണ്ടാമത്തെ നിബന്ധനയാണ് മറ്റൊരു ഉദ്ദേശം ഉണ്ടാവാൻ പാടില്ല. സഈ ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഉദ്ദേശം ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ കൂടുതൽ ആളുകൾ കൂടി ഒന്നിച്ച് സഈ ചെയ്യുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി അവൻ അല്പം മുന്നോട്ട് ഓടിക്കളഞ്ഞു. അപ്പോൾ അവനെ പിടിക്കുക എന്ന ഉദ്ദേശത്തിൽ അവൻ്റെ പിന്നാലെ ഓടി. അപ്പോൾ സഈ ചെയ്യേണ്ട സ്ഥലത്തുകൂടെ തന്നെയാണ് ഓടിയത്, പക്ഷെ അവനെ പിടിക്കുക എന്ന ഉദ്ദേശമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ആ നിലക്കാണ് നമ്മൾ അവൻ്റെ പിന്നാലെ പോയത് എങ്കിൽ അത്രയും സ്ഥലം അത് സഈൻ്റെതായി പരിഗണിക്കപ്പെടുകയില്ല. അവൻ തിരിച്ചു വന്ന് അവിടുന്ന് അത്രയും സ്ഥലം വീണ്ടും നടക്കേണ്ടതാണ്. അങ്ങനെ മറ്റൊരു ഉദ്ദേശം ഉണ്ടാവാൻ പാടില്ല. സഈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കാണാം, വർഷങ്ങളായിട്ടുണ്ടാവാം കണ്ടുമുട്ടിയിട്ട്. അവർ ഹജ്ജിനോ ഉംറക്കോ വന്നതായിരിക്കാം, ഏതോ നാട്ടിൽ ജോലി ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ കണ്ടുമുട്ടുന്ന സമയത്ത് പെട്ടെന്ന് അവനെ ഈ സഈൻ്റെ ഇടയിൽ കണ്ടാലേ കാണൂ, അല്ലെ ചിലപ്പോൾ പിന്നീട് കണ്ടെന്ന് വരികയില്ല. അപ്പോൾ അവനെ കാണുക എന്ന ഉദ്ദേശത്തിൽ അവൻ്റെ അടുത്തേക്ക് സ്പീഡിൽ നടക്കുകയാണ്. ആ ഉദ്ദേശത്തിൽ മാത്രം ഒരാൾ പോവുകയാണ്. അങ്ങനെ ആ ഉദ്ദേശത്തിൽ പോകുമ്പോൾ നമ്മുടെ സഈ എന്ന ഉദ്ദേശം അല്ലാതെ മറ്റൊരു ഉദ്ദേശം ഇവിടെ വന്നുപോയി. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവാൻ പാടില്ല. അല്ലാത്ത നിലക്ക് ആയിരിക്കണം സഈ ചെയ്യേണ്ടത്. അങ്ങനെ സഈയുടെ ഉദ്ദേശമല്ലാതെ മറ്റൊരു ഉദ്ദേശം സഈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ പാടില്ല, നിബന്ധനയാണ്. അതുപോലെ സഈൻ്റെ നിബന്ധനയാണ് ആ സ്ഥലം മുഴുവനും, സഫ മർവയുടെ ഇടയിലുള്ള സ്ഥലം മുഴുവനും വിട്ടുകടക്കൽ നിർബന്ധമാണ്. ഇന്ന് സഫയുടെയും മർവയുടെയും രൂപഭാവങ്ങളൊക്കെ മാറിയ ഈ സാഹചര്യത്തിൽ ഉറപ്പ് വരാൻ വേണ്ടി അല്പം കയറൽ നിർബന്ധമാണ്. എന്നാലേ നമുക്ക് ആ ഉറപ്പ് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ സഫ മർവയുടെ മുകളിൽ അല്പം കയറി നിന്നുകൊണ്ട് കയറി നിന്ന് ഇറങ്ങിക്കൊണ്ടായിരിക്കാം നമുക്ക് സഈ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഇടയിലുള്ള സ്ഥലം മുഴുവനും മുറിച്ച് കടക്കൽ നിർബന്ധമാണ്. ആ സ്ഥലം മുഴുവനും വിട്ട് കടക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ ഒരാൾ മർവയിൽ നിന്ന് വന്നു, സഫയിലെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ തിരിച്ചു മർവയിലേക്ക് തന്നെ പോയാൽ, മർവയിൽ നിന്ന് സഫയിലേക്ക് പോകുമ്പോൾ സഫയിൽ നിന്ന് മർവയിലേക്ക് പോകുമ്പോൾ മർവയിലെത്തുന്നതിൻ്റെ മുമ്പ് തിരിച്ചു സഫയിലേക്ക് തന്നെ യാത്ര പുറപ്പെട്ടാൽ ആ സഈ പരിഗണിക്കപ്പെടുന്നതല്ല. സഫ മർവയുടെ ഇടയിലുള്ള മുഴുവൻ സ്ഥലവും വിട്ടുകടക്കൽ നിർബന്ധമാണ്. അതുപോലെ നിബന്ധനയാണ് സഈ ഒരു സ്വഹീഹായ ത്വവാഫിന് ശേഷമായിരിക്കണം. ഹജ്ജിൻ്റെ സഈയാണ് നാം നിർവഹിക്കുന്നതെങ്കിൽ ഖുദൂമിൻ്റെ തവാഫിന് ശേഷമോ അല്ലെങ്കിൽ ഇഫാദത്തിൻ്റെ തവാഫിന് ശേഷമോ ആണ് നാം സഈ നിർവഹിക്കുക. അത് ഇൻഷാ അല്ലാഹ് ഹജ്ജിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ നമുക്കവിടെ ചർച്ച ചെയ്യാം. നാം ഇപ്പോൾ ഉള്ളത് ഉംറയുടെ സഈയിലാണ്. ഉംറയുടെ ഫർളായ തവാഫ് കഴിഞ്ഞു, അതിനുശേഷമാണ് നാം സഈ ചെയ്യുന്നത്. അങ്ങനെ തവാഫിന് ശേഷമായിരിക്കണം സഈ നിർവഹിക്കുന്നത്. അടുത്ത നിബന്ധനയാണ് 7 പ്രാവശ്യം നിർബന്ധമായും ഉണ്ടായിരിക്കണം. സഫയിൽ നിന്ന് മർവയിലേക്കുള്ള പോക്ക് അതൊരു പ്രാവശ്യമാണ്. മർവയിൽ നിന്ന് സഫയിലേക്ക് എത്തുമ്പോൾ അത് 2 പ്രാവശ്യമാണ്. നേരത്തെ നാം തവാഫ് ചെയ്യുമ്പം ഹജറുൽ അസ്വദ് മുതൽ തുടങ്ങി ഹജറുൽ അസ്വദിലെത്തുമ്പോൾ ഒരു ചുറ്റാണ്. എന്നാൽ ഇവിടെ സഫയിൽ നിന്ന് തുടങ്ങി സഫയിൽ വീണ്ടും മടങ്ങിയെത്തുമ്പോൾ 2 പ്രാവശ്യമാവും. കാരണം സഫയിൽ നിന്ന് മർവയിലെത്തുമ്പം ഒന്നായി, മർവയിൽ നിന്ന് സഫയിലെത്തുമ്പോൾ 2 പ്രാവശ്യമായി. അങ്ങനെ 7 പ്രാവശ്യം വേണം. ഇപ്പോൾ 7ാമത്തെ പ്രാവശ്യം മർവയിലെത്തും, അതോടുകൂടിയാണ് സഈ അവസാനിക്കുക. അങ്ങനെ 7 പ്രാവശ്യം നിർബന്ധമായും സഈ ചെയ്യണം. ഈ നിബന്ധനയാണ് നിർബന്ധമായും നാം അറിഞ്ഞിരിക്കേണ്ടതും പാലിച്ചിരിക്കേണ്ടതും. ഈ സഈ ചെയ്യുമ്പോൾ അതിൻ്റെ സുന്നത്തുകളാണ് ഖുദൂമിൻ്റെ തവാഫിന് ശേഷമായിരിക്കുക എന്നുള്ളത്. ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ മത്വാഫിൽ നിന്ന് തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് സഈ ചെയ്യുന്ന സ്ഥലത്തേക്ക് ബാബു സഫയിലൂടെ പുറപ്പെടൽ സുന്നത്താണ്. അത് സഫ കഅബയുടെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ
നമുക്ക് സംസം വെള്ളത്തിൻ്റെ അടുത്തുകൂടി സംസം കിണറുള്ള ആ ഭാഗത്താണ് വെള്ളത്തിനുള്ള സജ്ജീകരണങ്ങളുള്ളത്. സംസം വെള്ളം കുടിക്കാനുള്ള വിശാലമായ സൗകര്യം അവിടെ ഉണ്ട്. അവിടുന്ന് സംസം വെള്ളം കുടിച്ച് നമുക്ക് ആ ഭാഗത്തുകൂടെ തന്നെ പോയാൽ ബാബു സഫ കാണാം. അങ്ങനെ ബാബു സഫയിലൂടെ പോവല് സഈ ചെയ്യുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ ത്വവാഫിൻ്റെയും സഈൻ്റെയും ഇടയിൽ തുടർച്ച ഉണ്ടായിരിക്കൽ സുന്നത്താണ്. അപ്പോൾ സഈ തവാഫ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു സംസം വെള്ളം കുടിച്ച് വേഗം സഈക്ക് വേണ്ടി പോവുക. പിന്നെ അവിടെ കുറേ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കരുത്, അത് സുന്നത്തല്ല. അങ്ങനെ ഇരുന്നാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ സുന്നത്ത് തുടരെ നിർവഹിക്കലാണ്. അതുപോലെ തവാഫിൻ്റെ ഈ സഈൻ്റെ ഓരോ പ്രാവശ്യത്തിൻ്റെയും ഇടയിൽ തുടരെ കൊണ്ടുവരൽ പ്രത്യേകം സുന്നത്താണ്. സഈ ചെയ്യുന്ന സമയത്ത് പൂനൂൽ വേഷം ധരിക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ സഈൻ്റെ സമയത്തും പൂനൂൽ വേഷം ധരിക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ നമുക്ക് ആ സഈൻ്റെ സമയത്ത് നേരത്തെ തവാഫിൽ നാം പൂനൂൽ വേഷം ധരിച്ചിരുന്നു, ശേഷം അത് മാറ്റി സുന്ന നിസ്കരിക്കുന്ന സമയത്തൊക്കെ തിരിച്ചിട്ടു, സാധാരണ തട്ടമിടുന്നത് പോലെ ഇട്ടു. ഇനി സഈ തുടങ്ങുമ്പോൾ വീണ്ടും നമുക്ക് പൂനൂൽ വേഷം ധരിക്കാം. അങ്ങനെ പൂനൂൽ വേഷം ധരിക്കൽ സുന്നത്തുണ്ട്. അതുപോലെ പുരുഷന്മാർ സഫയുടെയും മർവയുടെയും മുകളിൽ കയറി നിൽക്കൽ, ആ കുന്നിൻ്റെ മുകളിൽ കയറി നിൽക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. സ്ത്രീകൾക്ക് അതിൻ്റെ മുകളിൽ കയറൽ സുന്നത്തില്ല. അപ്പോൾ ആ സഫയുടെ അടുത്ത് ശരിക്ക് അല്പം ഒന്ന് കയറാം, ഉറപ്പ് വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ശരിക്ക് മുകളിലേക്ക് കയറൽ പുരുഷന്മാർക്കാണ് സുന്നത്തുള്ളത്. അത് ഇന്നും അവിടെ സഫയുടെയും മർവയുടെയും അല്പം ഒരുപാട് സ്ഥലം അവിടെ ഉയർത്തി കഴിഞ്ഞു, മണ്ണിട്ട് നികത്തി കഴിഞ്ഞു. എന്നാലും ചില അല്പം കുന്ന് അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറി നിൽക്കാം. അങ്ങനെ കയറൽ സുന്നത്താണ്. കയറി സഫയുടെ മുകളിൽ കയറി മർവയുടെ മുകളിൽ കയറി കിബിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് കിബിലയെ കാണുന്ന നിലക്ക്, സഫയുടെ മുകളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ കിബില കാണും, ഇന്നും കാണും. മർവയുടെ മുകളിൽ നിന്ന് കാണുകയില്ല, കാരണം അവിടെ മറകൾ ധാരാളം വന്നു, എങ്ങനെ നോക്കിയാലും കാണുകയില്ല. അതേ നിലക്ക് സഫയുടെ മുകളിൽ നിന്ന് കാണും. ഇനി കാണട്ടെ കാണാതിരിക്കട്ടെ, കാണുന്നവർ ആ നിലക്ക് നിൽക്കുക, കണ്ടുകൊണ്ട് നിൽക്കൽ പ്രത്യേകം സുന്നത്താണ്. ആ നിലക്ക് നിൽക്കുക. ഇനി കാണുന്നില്ലെങ്കിലും കിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ട് നിൽക്കുക, എന്നിട്ട് അവിടുന്ന് ദിക്ർ ദുആകളൊക്കെ നടത്തുക. അങ്ങനെ നടത്തൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ സഈ കുന്നിലും കിബിലക്ക് അഭിമുഖമായി നിന്ന് അവിടുന്ന് ദിക്ർ ദുആകളൊക്കെ നടത്തുക പ്രത്യേകം സുന്നത്താണ്. അതുപോലെ പുരുഷന്മാർ ഈ സഫയിൽ നിന്നിറങ്ങി അല്പം മുന്നോട്ട് പോയാൽ അവിടെ പ്രത്യേകം അടയാളം കാണാം. ആ അടയാളത്തിൻ്റെ അടുത്തു മുതൽ ഒരു പച്ച ലൈറ്റ് കാണാം, അടുത്ത പച്ച ലൈറ്റ് വരെ പ്രത്യേകം അടയാളമുണ്ട് അവിടെ. ആ അടുത്ത പച്ച ലൈറ്റ് വരെ പുരുഷന്മാർ വേഗത്തിൽ നടക്കൽ പ്രത്യേകം സുന്നത്താണ്. സ്ത്രീകൾക്ക് അത് സുന്നത്തില്ല, പുരുഷന്മാർക്കേ അത് സുന്നത്തുള്ളൂ. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ നേരത്തെ നാം പറഞ്ഞിരുന്നു, അല്പസ്ഥലം ഒന്ന് സ്പീഡിൽ നടന്നിരുന്നു. ആ സ്ഥലത്ത് പുരുഷന്മാരെ നിങ്ങൾ നടക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് പുരുഷന്മാർ ആ സ്ഥലത്ത് സ്പീഡിൽ നടക്കുക, സ്ത്രീകൾ സാധാരണ നടക്കുന്നത് പോലെ നടക്കുക. അതിനെ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ ദിക്റുകളും ദുആകളൊക്കെ കൊണ്ടുവരിക. പ്രത്യേകം പറഞ്ഞ സഈലൊക്കെ പറഞ്ഞ പ്രത്യേകമായ ദിക്റുകൾ, ആ ദിക്റുകളും ദുആകളും നമുക്ക് പ്രത്യേകം കൊണ്ടുവരാം. അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച, മഹാന്മാർ പഠിപ്പിച്ചു തന്ന ദുആകളുണ്ട്. ആ ദുആകളൊക്കെ നടത്താം. ഇനി ഖുർആൻ ഓതാം. ദുആ ഈ ഹദീസുകളിൽ വന്ന ആ ദിക്റുകൾ അല്ലാത്ത ദിക്ർ ചെല്ലുന്നതിനേക്കാളും നല്ലത് ഖുർആൻ ഓതലാണ്. ഖുർആനോദിനേക്കാളും ശ്രേഷ്ഠമായതാണ് ഹദീസുകളിൽ വന്ന ദിക്റുകൾ ചൊല്ലൽ. അപ്പോൾ നമുക്ക് അതിൻ്റെതായ പുസ്തകങ്ങളൊക്കെ നോക്കി ആ ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ട് അങ്ങനെ സഈ ചെയ്യാം. അള്ളാഹു ജല്ല ജലാലുഹു ആ നിലക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നിർവഹിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് സഈൻ്റെ പ്രായോഗിക രൂപവും മുടി നീക്കുന്ന വിഷയവും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു ജല്ല ജലാലുഹു അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ അത് പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് പ്രാവശ്യം സ്വഹീഹായ നിലക്ക് മഖ്ബൂലായ നിലക്ക് ഉംറ നിർവഹിക്കാനും മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.